മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നൽകിയ പരാതി പി വി അൻവർ പുറത്തുവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന സ്ത്രീകളോട് ശശി ശൃംഗാരഭാവത്തിൽ ഇടപെടുന്നു, ഫോൺ നമ്പറുകൾ വാങ്ങുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കത്ത്. പരാതി അയാൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്ത് പുറത്തുവിട്ടോട്ടെ, പാർട്ടി പറയും, മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനില്ല. താങ്കളെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? ശരി ശരി, അതൊന്നും കുഴപ്പമില്ല. ശശികണ്ഠനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ? പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്. ഈ കത്ത് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണമാണ് പി ശശിയിൽ നിന്നും തേടിയത്. പക്ഷേ അദ്ദേഹം അതിനോട് കാര്യമായി പ്രതികരിച്ച് കണ്ടതുമില്ല. പാർട്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് മറുപടി വരുന്നത്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അക്കമിട്ട് ഇത്രയും പേജുകളിൽ പറയുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്തിലെ പങ്ക് പറ്റുകാരൻ പല സാമ്പത്തിക ഇടപാടുകളിലും ഇടനിലക്കാരനായി മാറുന്നു. പിന്നെ മറ്റൊന്ന് വളരെ ഗുരുതരമായ ആരോപണം, ഈ ഓഫീസിലേക്ക് എത്തുന്ന സ്ത്രീകളെ, മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങുന്നു, വളരെ ശൃംഗാരത്തോടു കൂടി സംസാരിക്കുന്നു. പലരും അങ്ങനെ ഈ ശല്യം കാരണം പി ശശിയുടെ ഫോൺ എടുക്കാറേ ഇല്ല, അത് താൻ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് പറയുന്നത് എന്നുകൂടി പറയുകയാണ്. പാർട്ടിക്ക് നൽകിയ പരാതിയുടെ ഉള്ളടക്കം എന്താണ് അരുൺ? പ്രതീക്ഷ തുടക്കഘട്ടത്തിൽ തന്നെ പി വി അൻവർ ഈ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ ഈ പി ശശിയെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത്. അതായത് വെറും ഒരു ആരോപണങ്ങൾ മാത്രമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി വേണ്ടല്ലോ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതിനെ ഗണ്ണിച്ചുകൊണ്ടുള്ള വിശദമായ പരാതി തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. 8 സംഭവങ്ങൾ അക്കമിട്ട് നിരത്തി. അതായത് സ്വർണ്ണക്കടത്ത് ബന്ധം, സോളാർ കേസ്, സാമ്പത്തിക ഇടപാടുമായി ബന്ധം, ഈ സാന്ദീപാനി ആശ്രമം കത്തിച്ച കേസ്, അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഉയർത്തിക്കാട്ടി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ച എന്നോണമുള്ള പരാതികൾ. അതിൽ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ സാമ്പത്തിക ഇടപാടും മറ്റുമൊക്കെയായി ഈ മുഖ്യമന്ത്രി ഓഫീസിൽ സമീപിക്കുന്നവരുടെ, അത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ വീണ്ടും വീണ്ടും ശശി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തു, അങ്ങനെ ഫോൺ എടുക്കാതായവരെ വരെ തനിക്ക് അറിയാം എന്നുള്ളത് വരെ പരാതിയിൽ വിശദമാക്കിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും നേരത്തെ പാർട്ടി തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ സാധാരണ സഖാക്കൾ മുഖ്യമന്ത്രിയെ സമീപിക്കാനായി എത്തുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ശശി ഒഴിവാക്കും, ഒന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തില്ല. അത്തരത്തിൽ വലിയ വെല്ലുവിളി, പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളാണ് പി ശശി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ തുടക്കഘട്ടത്തിൽ അൻവർ എന്താണോ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിപ്പോൾ പുറത്തുവിടുന്ന ഒരു പശ്ചാത്തലം അൻവർ രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഫോണിൽ നിന്നും കുട്ടിക്കെതിരെ പരാതി കിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി വരെ പറഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും പ്രത്യേക പരാമർശങ്ങളില്ല എന്ന് അതുകൂടെ വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അൻവർ ഇപ്പോൾ ഈ പരാതിയുടെ ഉള്ളടക്കം വ്യക്തമാക്കി. നമ്മോടൊപ്പം ഇടത് സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രനും ടി പി അഷ്റഫ് അലി മുസ്ലിം ലീഗിന്റെ നേതാവും ചേരുന്നുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ നിരത്തിയിട്ടുള്ളത്. പാർട്ടി അതിൽ പരിശോധനയൊന്നും നടത്തുന്നില്ല, അതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പാർട്ടിയടക്കം മുഖ്യമന്ത്രി അടക്കം തള്ളിയ സംഭവത്തിലാണ് ഇപ്പോൾ അൻവർ കൊടുത്ത പരാതിയുടെ ആ പ്രധാനപ്പെട്ട പേജുകൾ അത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത്. എത്രത്തോളം ഗൗരവമുണ്ട് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? പ്രതീക്ഷ, ഈ പരാതിയിൽ പാർട്ടി CPIM-ന്റെ നിലപാട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അതേസമയം മുഖ്യമന്ത്രിക്ക് അൻവർ കൊടുത്ത 2-ാം തീയതി കൊടുത്ത പരാതിയിൽ ഇത്തരം ഒരു ആരോപണവും ഇല്ല. അത് പിന്നീട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ശശിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്ന് അൻവറും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഗോവിന്ദൻ മാഷക്ക് കൊടുത്ത പരാതിയിൽ ശശിയെ സംബന്ധിച്ച് പ്രത്യേകമായ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയാണല്ലോ ഇപ്പൊ ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഗുരുതര സ്വഭാവമുള്ള ആ പരാതിയിൽ അടിസ്ഥാനരഹിതമായിട്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് ആദ്യ വായനയിൽ തന്നെ ആർക്ക് മനസ്സിലാവുന്ന വിധമാണ് പരാതി. ഒരുപാട് വിഷയങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് ഉപോത്ബലകമായി യാതൊരുവിധ തെളിവുകളും പറയാൻ അതിൽ തയ്യാറാവാതിരിക്കുകയും അല്ലെങ്കിൽ കഴിയാതിരിക്കുകയും ചെയ്യുന്ന നിലയ്ക്കുള്ള പരാതി തന്നെയാണ് അത്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ പ്രഥമ ദൃഷ്ടിയ പ്രാഥമികമായി ആ പരാതി പരിശോധിച്ചു, ശശിക്കെതിരെ ഒരു സംഗതിയും അതിൽ നിലനിൽക്കുന്നതല്ല എന്നപ്പോഴേ പറഞ്ഞു. പിന്നീട് വേണ്ടി വന്നാൽ പിന്നീട് പരിശോധിക്കുക പരാതി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ആ പുറത്തുവിട്ട പരാതിയും ആര് വായിച്ചാലും തോന്നുന്നത് ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് ശരിയാണ്.
പക്ഷേ ആ ഒരൊറ്റ ആരോപണത്തിൽ പോലും ഒരടിസ്ഥാനമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോ പരാതിക്കാരുടെ ഫോൺ അത് പറയുന്നുണ്ട്. പിന്നെ ഇത് ഈ സ്വർണം ഗൗരവമേറിയതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വളരെ സംശുദ്ധമായിരിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് നിഷ്ഠയുള്ള അങ്ങനെയുള്ള നയമുള്ള, കാരണം കഴിഞ്ഞ സർക്കാരിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ തകർത്തെറിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരാൻ ഇടയാക്കിയത് പോലും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ദുഷിച്ച ആരോപണങ്ങളും അതിന്മേലുണ്ടായ പരാതികളുമാണ്. ഇവിടെ ഭരണകക്ഷി MLA തന്നെ പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സമീപിക്കുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ നമ്പറുകൾ വാങ്ങിച്ച് രാത്രിയിൽ ശൃംഗാരം നടത്തുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമാണത്. കാരണം ഇതൊരു ആരോപണമാണ് MLAയുടെ. ആ പരാതിക്കാരികളെ സമീപിക്കാമെന്ന മുഖപുരയോടുകൂടി സൂചനയോടുകൂടിയാണ് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഗൗരവത്തിന്റെ തലം ലേശമെങ്കിലും ഇല്ലേ ശ്രീ ജയചന്ദ്രൻ? എങ്ങനെയാണെന്ന് പറയൂ പ്രതീക്ഷേ. അതിന് ലേശമെങ്കിലും ഗൗരവത്തിന്റെ ഏതെങ്കിലും ഒരു തലമുണ്ടോ താങ്കൾ പറയൂ. കാരണം ഉന്നയിക്കപ്പെടുന്ന ഏതെങ്കിലും പരാതിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ? ആ പരാതി എവിടെ നിൽക്കും? പ്രാഥമിക വായനയിൽ തന്നെ നിൽക്കുക. അതൊരു പരാതിയല്ലേ? അത് ഒരാളോട് എതിർപ്പുണ്ട്, ശത്രുതയുണ്ടെന്ന് കരുതി എന്തും പറയാം, പറഞ്ഞോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനുള്ള ജനാധിപത്യമാണല്ലോ നമ്മൾ സംശുദ്ധനൊന്നും അല്ലല്ലോ ഈ വ്യക്തി, വെള്ളരിപ്രാവൊന്നും അല്ലെന്ന് താങ്കൾ പറയുന്നു. അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഹാജരാക്കാൻ പറയൂ MLAയോട്. അതുകൊണ്ടാണല്ലോ CPM പഴയ കേസിന്റെ ഒക്കെ പശ്ചാത്തലം നമ്മുടെ മുന്നിലുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ പരാതി പരിശോധിച്ചിട്ടാണല്ലോ, പാർട്ടി സംവിധാനം പരിശോധിച്ചിട്ടാണല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ശശിക്കെതിരെ അന്നൂർ ഉന്നയിച്ച പരാതിയിൽ പ്രാഥമിക പരിശോധനയിൽ കഴമ്പില്ല എന്ന് മനസ്സിലായി എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. പിന്നെ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പൊ പരാതി ഏത് നിലയ്ക്കാണ്? മുഖ്യമന്ത്രി പറയുകയാണ് സംശുദ്ധിയോടുകൂടി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ കണക്കുകളടക്കം നിരത്തി ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ അത്രത്തോളം ജാഗ്രതയോടുകൂടി മുഖ്യമന്ത്രി എടുക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഭരണകക്ഷിയിലെ MLA അതിന്റെ സാമ്പത്തിക തട്ടിപ്പിന്റെ പങ്കുകാരൻ, സ്വർണ്ണക്കടത്തിന്റെ പങ്കുകാരൻ എന്ന് പാർട്ടിക്ക് ഒരു പരാതി നൽകുകയാണ്. അപ്പോൾ അത് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ. ആവശ്യമെങ്കിൽ പരിശോധിക്കാം എന്ന് ഗോവിന്ദൻ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ഒരു പ്രശ്നം, അതൊരു പ്രശ്നമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ എനിക്കും പിന്നെ പറയാനുണ്ട് പ്രതീക്ഷയെ. കാരണം ഈ സ്വർണ്ണ കള്ളക്കടത്ത് തന്നെ പോലീസും സ്വർണം പൊട്ടിക്കുന്ന അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുന്ന സംഘവും തമ്മിൽ, കേരള പോലീസും തമ്മിൽ ഒരു പിന്നെ അവിശുദ്ധമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് വരുത്താനാണല്ലോ ഈ കഥകളെല്ലാം അവതരിപ്പിക്കുന്നത്. അതാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ 2021 സ്വപ്ന കേസ്, നയന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തുന്ന പ്രശ്നം പുറത്തു വന്ന അതുവരെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഈ എയർപോർട്ടുകളിലൂടെ കടത്തുന്ന സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം ഇതൊന്നും പിടിക്കുന്ന പണി പോലീസ് എടുത്തിരുന്നില്ല. പോലീസിന് ആ പണി ഉണ്ടായിരുന്നില്ല, പോലീസ് അത് ചെയ്തിരുന്നില്ല. പക്ഷേ നയന്ത്ര ബാഗിലൂടെ സ്വർണം കടത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം അനധികൃതമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനം ഉണ്ടായപ്പോൾ CPIM-ഉം LDF-ഉം സർക്കാരും തീരുമാനിച്ചിട്ടാണ് കേരളത്തിൽ ഇതാദ്യമായി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ കേരളത്തിൽ മാത്രം മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഇല്ല, ആദ്യമായി പോലീസ് പിന്നെ എയർപോർട്ട് വഴി വരുന്ന അനധികൃതമായ സ്വർണം പിടിക്കുന്ന നടപടി ആരംഭിച്ചത്. അതിന്റെ കണക്കുകളാണ് 2022 മുതൽ 2022, 2023, 2024 ഇതുവരെയുള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി 20-ാം തീയതി നടത്തിയ പ്രസ് മീറ്റ് ഉണ്ടല്ലോ, അതിൽ കണക്ക് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കണക്കിലേക്ക് പോകുന്നില്ല, പരിമിതമായ സമയമാണ് ചർച്ചയിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അത് മുതലാണ് ആ പിടുത്തം വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ ലൈനപ്പ് എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കണം, പ്രാഥമികമായി പരിശോധിക്കണമല്ലോ. ഇവിടെ കരിപ്പൂരാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കേന്ദ്രം പറയുന്നത്. കരിപ്പൂരിൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വന്നു പോകുന്ന ഒരു എയർപോർട്ടാണല്ലോ കരിപ്പൂര്. ഉത്സവം പോലെയാണ് ആൾക്കാർ വിമാനങ്ങൾ വന്ന് ഇറങ്ങിപ്പോകുന്നത്. അവിടെ പിന്നെ ആൾക്കാരുടെ ബോഡി പരിശോധിക്കാനായിട്ട് ബോഡി സ്കാനർ ആ എയർപോർട്ടിലില്ല. ആ എയർപോർട്ടിലെന്നല്ല, എവിടെയുമില്ല. ഇന്ത്യയിൽ പൊതുവിലുമില്ല, കേരളത്തിൽ വിശേഷിച്ചില്ല. ഒരു എയർപോർട്ടിലും ബോഡി സ്കാനർ ഇല്ല. പിന്നെ മെറ്റൽ ഡിറ്റക്ടർ മാത്രമാണുള്ളത്. ബോഡി സ്കാനർ ഉണ്ടെങ്കിൽ ഒരു പരിധി നിശ്ചിത അകലത്തിൽ വരുമ്പോൾ തന്നെ ആളിന്റെ ബോഡി മൊത്തം സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും, ഇത് കണ്ടെത്താനും കഴിയും. അതില്ല. ഈ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ വരുന്നത് മാത്രമാണ് കിട്ടുന്നത്. കിട്ടാത്തത് കൊണ്ട് അപ്പൊ പുറത്ത് വരുമ്പോൾ പോലീസ് എങ്ങനെയാണ് ഇത് അറിയുന്നത്?
വിദേശത്ത് പ്രത്യേകിച്ച് UAE പോലുള്ള സ്ഥലങ്ങളിൽ കസ്റ്റംസിനും പോലീസിനും ഇൻഫോർമർമാരുണ്ട് പുറത്ത്, എയർപോർട്ടിന് പുറത്ത്. അപ്പോൾ ഇങ്ങോട്ട് അറിയിക്കും. അവിടെയൊന്നും കാര്യമായ സ്വർണ്ണക്കടത്തിന് കാര്യമായ പരിശോധന ഇല്ലാത്ത എയർപോർട്ടാണത്. ഇന്റർനാഷണൽ എയർപോർട്ടാണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് അറിയിച്ചു കഴിയുമ്പോൾ അത് ഇവിടെ പരിശോധിക്കപ്പെടുന്നില്ലെങ്കിൽ പുറത്തുള്ള പോലീസിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നത് പോലീസിന്റെ ഇൻഫോർമറിനായിരിക്കും. അങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്. ആ പോലീസ് പിടിച്ചതിന്റെ അളവാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോ സ്ഥലത്ത്. ഇപ്പൊ മലപ്പുറം ജില്ലയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അതാണല്ലോ മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി PM മനോജ് പറഞ്ഞത്. ഒരു ജില്ലയെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എയർപോർട്ടിന്റെ പേരാണ്. എയർപോർട്ട് പറയണ്ടേ, ഇന്ന എയർപോർട്ട് വഴിയാണ് അത് പിടിച്ചതെന്നുള്ള പറയണ്ടേ. അല്ല മലപ്പുറം ജില്ല എന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഹിന്ദു എഡിറ്റർക്ക് ഇന്ന് PM മനോജ് മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി കത്തയച്ചത്. തെറ്റാണ്, തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനെല്ലാം കേരളത്തിലെ പോലീസാണ് ഇതിന്റെ ഗൂഢാലോചന. അവരുടെയിലേക്കാണ് ഇത് പോകുന്നത് പറയുമ്പോ അപ്പൊ അവരുടെ പണി എന്താണെന്നേ. 2022-ലും 2023-ലും കരിപ്പൂർ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരെ 9 പേരെ അകത്താക്കുകയും കസ്റ്റംസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് നമ്മുടെ എല്ലാം മുമ്പിലുള്ള വസ്തുതയല്ലേ. എവിടെ നോക്കിയാലും ഏറ്റവും വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടാണെന്ന് മാതൃഭൂമി ന്യൂസും പുറത്തുവിട്ടത്. കഴിഞ്ഞ 2 മണിയുടെ ചർച്ചയും നമ്മളതായിരുന്നു. അപ്പോൾ ഈ പോലീസ് ഒന്നും സംശുദ്ധമല്ല. ആ കേസ് രാമനാട്ടുകര കേസിന്റെ അവസ്ഥ എന്താണെന്നൊക്കെയായിരുന്നു നമ്മൾ 2 മണിക്ക് ചർച്ച ചെയ്ത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ശ്രീ TP അഷ്റഫ് അലി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശുദ്ധമായിരിക്കണം, ധാർമ്മികമായിരിക്കണമെന്ന് പല ആവർത്തി നാഴികയ്ക്ക് 40 വട്ടം 2016 മുമ്പ് പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ. ആ വ്യക്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയാണ് വളരെ ഗുരുതരമായ ആരോപണം. ഭരണകക്ഷിയിൽ ഉണ്ടായിരുന്ന MLA അത് രേഖാമൂലം പുറത്തേക്ക് വിടുകയാണ്. അതിൽ ഗൗരവത്തിന്റെ തലങ്ങളില്ലേ ശ്രീ അഷ്റഫ് അലി? തീർച്ചയായിട്ടുമുണ്ട്. ഈ PV അൻവർ ഈ വിഷയങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ കൂടി വളരെ സംശയത്തിൻ്റെ നിലയിലാവുകയും പിന്നീട് ആ സംശയങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയുകയും ചെയ്ത വളരെ നൊട്ടോറിയസ് ആയ ഒരു ഓഫീസ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ ഭരണത്തിൻ്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറുടേതുൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ നമുക്കതാണല്ലോ തെളിയിക്കുന്നത്. ഒരു സീനിയർ IAS ഓഫീസർ ആയിട്ട് പോലും ശിവശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനിൽ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടുള്ള ഏറ്റവും മോശകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുവഴിയുണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ തുടർന്നുള്ള പല വിഷയങ്ങളും നമുക്ക് അറിയാവുന്ന കേസാണ്. അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഈ ഒരു ടേമിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടെയുള്ള അപ്പോയിന്റ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, അദ്ദേഹം നിയന്ത്രിക്കുന്ന പോലീസ്, അവർ യഥാർത്ഥമായും നീതി ലഭിക്കേണ്ട ആളുകളുടെ കൂടെ ഇല്ല എന്ന് തെളിവ് സഹിതം തന്നെയാണ് PV അൻവറുടെ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവിടെ സംസാരിച്ച പ്രതിനിധി പറഞ്ഞു തെളിവുകളില്ല എന്ന്. ആ കത്ത് വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം വളരെ കൃത്യമായി തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം. ആ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് ആ പ്രതിനിധികൾക്ക് പറയാനുള്ളത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് CPMന്റെ നേതാവായ കാരായി രാജനെതിരെ പോലും സംശയമുണ്ടാകുന്ന വിധത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം വഴിമാറിപ്പോയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ വളരെ കൃത്യമായിട്ടുള്ള തെളിവ് ആ കത്തിലില്ലേ? അതൊരു തെളിവായി പോരെ? എന്തുകൊണ്ട് തിരുവനന്തപുരത്തായിട്ട് പോലും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് കത്തിച്ച സംഭവത്തെ അത് നടപടിയെടുക്കാൻ ഇത്രയും കാലതാമസമുണ്ടായി? ആരാണ് ആ കാലതാമസത്തിന് പിറകിലുണ്ടായിട്ടുള്ളത്? മറ്റൊന്ന്, ഷാജൻ സ്കറിയയുടെ YouTube ചാനലുമായി ബന്ധപ്പെട്ട പരാതി. CPMനെയും മുഖ്യമന്ത്രിയെയും അവിടെ മാത്രമല്ല ഈ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ മൊത്തമായും പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള നിരവധിയായിട്ടുള്ള വാർത്തകൾ നിരന്തരം പടച്ചുവിടുന്ന ഷാജൻ സ്കറിയയുടെ ആ ചാനൽ ഈ നാടിലൊരു മലീമസമാണ് എന്ന് പറയാത്തവർ ആരാണുള്ളത്? ആ ഷാജൻ സ്കറിയയുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് എന്നുള്ളത്, എത്ര രൂപ കൊടുത്തു, ആരാണ് കൊടുത്തത്, ആർക്കാണ് കൊടുത്തത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടായിട്ടും ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഷാർപ്പോട് കൂടിയ ഒരു വിമർശനവും കാണുന്നില്ല. ലീഗിനെ മുട്ടുടിക്കുന്നുണ്ടോ? നേതാക്കന്മാർക്ക് മുട്ടിടിക്കുന്നുണ്ടോ? നെക്സസ് ഉണ്ടോ നിങ്ങൾ തമ്മിൽ? പ്രതീക്ഷ, അതെന്ത് ചോദ്യമാണ് ഈ പറയുന്നതൊക്കെ? ഷാർപ്പായിട്ടല്ലേ? നമ്മളൊക്കെ മുസ്ലിം ലീഗുകാരല്ലേ? ഞങ്ങൾ ക്ലിഫ് ഹൗസ് മാർച്ച് നടത്തിയതും ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി തെരുവിലാകുന്നതും 3-ാം തീയതി മുഴുവൻ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതും ഞങ്ങൾ എന്തെല്ലാം വിധത്തിലുള്ള സമരങ്ങളിലാണ്. ഞങ്ങളുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കാണുന്നില്ലേ? ഇത് ഒരു ആദ്യമേ ഉണ്ടായ ഒരു നരേഷനാണ്. മുസ്ലിം ലീഗ് ശക്തമല്ല എന്നത്. ആ നരേഷനിൽ പിടിച്ച് എല്ലാവരും വാർത്ത കൊടുത്ത് എല്ലാ ചാനൽ ചർച്ചകൾക്കിടയിലും ഇതിന് ചോദിച്ചു കളഞ്ഞാലൊന്നും ഈ വിഷയത്തിലൊന്നും മാറില്ല. പ്രധാനപ്പെട്ട ഒരു നേതാവാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് പേര് ഇത് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഷെയർ ചെയ്ത ഈ KM ഷാജിയുടെ രാഷ്ട്രീയ വിശദീകരണം എന്ന് വളരെ ഒരു പക്ഷേ
പക്ഷേ പക്വതയോടുകൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഒരു ദിവസമാണിത്. ആ നോട്ടീസ് എന്തുകൊണ്ട് അത് പാതി വഴിക്ക് പിൻവലിച്ചു? എന്തുകൊണ്ട് അവിടെ കെ എം ഷാജിയുടെ പരിപാടി നടക്കാതെ പോകുന്നു? അവിടെ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് നിങ്ങൾ നമ്മുടെ നെക്സസ് എന്നാണ്. പ്രതീക്ഷ, ഞാൻ നിലമ്പൂരുകാരനാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് നിലമ്പൂരിലെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി. ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പരിപാടിയും ഞങ്ങൾ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു പോസ്റ്ററും ഞങ്ങൾ ഇറക്കിയിട്ടില്ല. മാതൃഭൂമി ചാനലിൻ്റെ പേരിൽ ഫേക്ക് നോട്ടീസുകളും ഫേക്ക് പോസ്റ്ററുകളും ഇറക്കുമ്പോൾ നിങ്ങൾ ഫാക്ട് ചെക്കിൻ്റെ ഭാഗമായിട്ട് ഇത് ഫേക്കാണെന്ന് പറഞ്ഞാൽ പിന്നെയും മാതൃഭൂമി ഇത് ഇറക്കിയെന്ന് ഞങ്ങൾ പറയാൻ പാടുണ്ടോ? അതുപോലെ തന്നെയാണിത്. ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി ഫിക്സ് ചെയ്തിട്ടില്ല, ഞങ്ങൾ നോട്ടീസ് വെച്ചിട്ടില്ല. പിന്നെന്താ? തീർച്ചയായിട്ടും കെ എം ഷാജിക്ക് അതിനായിരിക്കും അഭിപ്രായം ഉണ്ടാകുക. മുസ്ലിം ലീഗിലെ എല്ലാ ആളുകൾക്കും ഈ അഭിപ്രായം ഉണ്ടാകും. കാരണം ഈ അഭിപ്രായമല്ലാത്ത മറ്റൊരു അഭിപ്രായത്തിന് വകവെക്കുന്ന ഒരു തീരുമാനമോ ചർച്ചയോ ഒരു പൊതുയോഗമോ നിലമ്പൂരിൽ അങ്ങനെ ഒരു കമ്മിറ്റിയും തീരുമാനിച്ചിട്ടില്ലെന്നേ. പിന്നെ എങ്ങനെ ഉണ്ടാകും? പോസ്റ്റർ ആർക്കും പടച്ചുണ്ടാക്കാം. നാളെ കെ എം ഷാജി മലപ്പുറത്തെന്നോ കൊണ്ടോട്ടിയിലെന്നോ തിരുവനന്തപുരത്തെന്നൊക്കെ പറഞ്ഞ് പഠിച്ചുണ്ടാക്കാം. അതൊരു ദുസൂചനയാണ്. ഒരു പാർട്ടിയുടെ രജിസ്റ്റേർഡ് പാർട്ടിയുടെ പേരിൽ ഒരു പോസ്റ്റർ ഇറക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ പരാതി നൽകിയോ? നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ ആരോ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ പരാതി നൽകിയോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ പോസ്റ്റർ വന്നത്? ആ അന്വേഷണവും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ബാക്കി നിയമപരമായ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പാർട്ടി മുന്നോട്ട് പോകും. അതിലൊന്നൊരു സംശയമില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പ്രവർത്തന രീതിയും ഞങ്ങളുടെ ഒരു രീതിശാസ്ത്രവും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൻ്റെ മെറിറ്റിനൊപ്പം നിന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഇപ്പോൾ ഇതാ പ്രസ് സെക്രട്ടറി പിൻവലിക്കുന്നു എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ മലപ്പുറം അതിൽ ദ ഹിന്ദു പത്രം ചേർത്തതാണ് എന്നൊക്കെ രൂപത്തിലേക്കുള്ളൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു പത്രം ഒരു വാർത്ത കണ്ടു. അതിൻ്റെയൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെയായി മലപ്പുറത്ത് എല്ലായിടത്തും പ്രതിഷേധമാണ്. ഈ പ്രതിഷേധങ്ങളൊക്കെ അല്ലെങ്കിൽ ആരുമല്ല പറയുന്നത്. അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നതിന്റെ കൂടെ പറഞ്ഞതാണ് ഇവരൊക്കെ ഒരു നെക്സസിന്റെ ഭാഗമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ശേഷിയും കഴിവുമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ചോളം ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ ഒരുപാടുള്ള പാർട്ടിയാണിത്. അവിടെ RSSുമായിട്ട് ഒരു നെക്സസ് ഉണ്ടാക്കുന്നെങ്കിൽ അക്കാര്യത്തിലൊക്കെ വളരെ ഷാർപ്പോട് കൂടിയ ഒരു മറുപടിയും പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ടോ? ശരിക്കും വിഷയാധിഷ്ഠിതമായി നോക്കിയാൽ അതോ അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണോ? തീർച്ചയായിട്ടുമുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യൂ. തീർച്ചയായും അതൊരു നരേറ്റീവ് മാത്രമാണ്. നിങ്ങൾ ഫോളോ ചെയ്യൂ. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്യൂ. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അത് കാണാൻ സാധിക്കും. പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തേ കാണാൻ സാധിക്കും. മാതൃഭൂമിയിൽ തന്നെ അതുമുണ്ടാകും. നിങ്ങൾ പരിശോധിക്കൂ. എവിടെയെങ്കിലും ഒരു സംശയത്തിൻ്റെ മുന ബാക്കി വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഈ വിഷയത്തിലൊരു മൈൽഡാണ് പ്രതികരണം എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കൂ. ഒരിക്കലുമില്ല. വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൻ്റെ മെറിറ്റിനോട് കൂടെ നിന്നുകൊണ്ട് നന്നായി പ്രതികരിച്ചുകൊണ്ടും സമരം ചെയ്തുകൊണ്ടും വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടും തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. ഒരു സംശയം ആർക്കും വേണ്ട. ശ്രീ M. ജയചന്ദ്രൻ, ഒന്നാം സമ്മേളനം ഒന്നാം യോഗം നിലമ്പൂരിൽ നടത്തി. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ യോഗവും അൻവർ വിളിക്കുമ്പോൾ നല്ല സ്വീകാര്യതയും അവിടെ ആളുകളും എത്തുന്നുണ്ട്. പക്ഷേ ആ ആൾക്കൂട്ടത്തെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി, ലീഗ്, SDP കൂട്ടുകെട്ടെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അൻവർ പുതിയ ആരോപണങ്ങളൊന്നും അല്ല ഉയർത്തിയത്. ഇതേ അൻവർ തന്നെയാണ് നേരത്തെ കഴിഞ്ഞ നാളുകളിൽ വർഷങ്ങളോളം ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായിട്ടിരിക്കുന്നതും അതേ ലേബലിൽ ഇന്നിപ്പോൾ ജനപ്രതിനിധിയായി തുടരുന്നതും. ഇപ്പോൾ പാർട്ടി ഒരു വല്ലാത്ത ഒരു ആശയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നുണ്ടോ? ചാപ്പ കുത്തി അല്ലെങ്കിൽ ചാപ്പ ചാർത്തി പ്രതിരോധിക്കുക എന്നതാണോ ഇപ്പോഴത്തെ പാർട്ടിയുടെ നിലവിലെ ഈ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്? എന്നോടാണോ പ്രതീക്ഷ ചോദ്യം? അതെ 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 ശ്രീ ജയചന്ദ്രൻ. അല്ല, അത് ഈ CPIM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് CPIMന്റെ അഭിപ്രായമായിട്ടാണല്ലോ പൊതുസമൂഹം കാണേണ്ടതും പരിഗണിക്കേണ്ടതും. അതങ്ങനെ തന്നെ ആവുമല്ലോ അദ്ദേഹം പിന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരുടെ പിന്ബലമാണ് അൻവറിന് എന്ന് വെറുതെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയില്ലല്ലോ. അതെന്താണെന്നുള്ളത് ക്രമേണ പാർട്ടി തന്നെ വിശദീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് നടക്കട്ടെ. അത് വിശദമായ ചർച്ചകൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. മാധ്യമങ്ങൾ ഏത് നിലയ്ക്കാണ് ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നത്, ഇത്തരം വിവാദങ്ങളെ പിന്തുണയ്ക്കുന്നത്? പിന്നെ താങ്കൾ ചോദിച്ചത്
അൻവർ പിന്നെ ഇപ്പൊ പൊടുന്നനെ ഇങ്ങനെ ആയതാണോ? പൊടുന്നനെ ഇങ്ങനെ ആയതാണോ മറുപടി പറയേണ്ടത് അൻവർ അല്ലേ? അൻവർ 2-ാം തീയതിയാണല്ലോ അൻവറിന്റെ സോറി 1-ാം തീയതി മുതലാണല്ലോ അൻവറിന്റെ ഇത് കാണുന്നത്, കഴിഞ്ഞ മാസം മുതൽ. അത് ഒരു 1-ാം തീയതി മുതൽ മാത്രമുള്ള കേസാണോ ഇത്? അത് സൂക്ഷ്മമായ വിലയിരുത്തുന്നവർക്ക് അങ്ങനെയല്ല, അതിന്റെ പുറകിൽ ചില ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കാണാനാകും. അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ വരുന്നില്ല. ഏതായാലും അത്തരം കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ പറയേണ്ടത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റു നേതാക്കളുമാണ്, ആ പാർട്ടി മൊത്തത്തിലുമാണ്. അത് അവരങ്ങനെ പറയുക തന്നെ ചെയ്യുമെന്നാണ് ഞാനും താങ്കളെ പോലെ കരുതുന്നത്. ശരി, ശ്രീ TP അഷ്റഫ് അലി, ഈ ഗുരുതരമായ വിഷയം വരുമ്പോൾ ഗ്യാലറിയിലിരുന്ന് UDF, ഞാൻ ലീഗിനെ മാത്രമല്ല പരാമർശിക്കുന്നത്, UDF ആയാലും UDF-ലെ മറ്റ് കക്ഷികളൊക്കെ ഗ്യാലറിയിലിരുന്ന് കളി കാണുകയാണോ? ഇവിടെ UDF എന്ന സംവിധാനം ചേർന്നിട്ടുണ്ടോ? ആ UDF സംവിധാനത്തിൽ കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടോ? ഇത് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്, ഗൗരവത്തോടുകൂടി. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അറിയാമല്ലോ, സമരത്തിൻ്റെ വേലിയേറ്റമാണ് കേരളം കണ്ടത്. ആ നിലയ്ക്കൊക്കെ ഗൗരവത്തോടുകൂടി ഈ വിഷയങ്ങളെ നിങ്ങൾ സമീപിക്കുന്നുണ്ടോ? അൻവറിൻ്റെ ഈ നിലപാടുകളെ എങ്ങനെയാണ് ലീഗ് പൊതുവെ സമീപിക്കുന്നത്? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത മാന്യ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം നൽകിയിട്ടുള്ള PVN നൽകിയിട്ടുള്ള കത്തിൽ അല്ലെങ്കിൽ ശശിക്കെതിരെയുള്ള പരാതിയിൽ തെളിവുകളൊന്നുമില്ല എന്ന്. ശശിക്കെതിരെ ഗോവിന്ദൻ മാഷിക്കു നൽകിയ കത്തിൻ്റെ അവസാന ഭാഗത്ത് PV അൻവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ വിഷയം സംബന്ധമായി എന്ത് തെളിവുകളും ഹാജരാക്കാൻ തയ്യാറാണ് എന്ന്. ഒരു തവണ പോലും അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തന്നെ PV അൻവറിനെ ബന്ധപ്പെടുകയോ അതിൻ്റെ തെളിവുകൾ ചോദിക്കുകയോ അതിൽ അന്വേഷണത്തിന് പാർട്ടിയുടെ കമ്മീഷൻ വെക്കുകയോ ആരെങ്കിലും ചുമതലപ്പെടുത്തുകയോ തുടങ്ങിയിട്ടുള്ള ഒന്നിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അൻവറിനെ കുറ്റപ്പെടുത്തി. പിന്നീട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ക്ലീൻ ചിറ്റാണ് ശശിക്ക് നൽകിയത്. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതിലുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ അതിലില്ലേ? അവിടെ പരാതിയുമായി വരുന്ന, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി വരുന്ന സ്ത്രീകളോട് ഫോൺ നമ്പർ വാങ്ങി പിന്നീട് അശ്ലീല ചൊവ്വയിൽ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പരാതി കിട്ടിയിട്ടും ക്ലീൻ ചിറ്റ് നൽകുന്ന വിധത്തിലേക്ക് ഒരു അന്വേഷണവും ഇല്ലാതെ ഈ ശശിക്കെതിരെ ഉണ്ടായിട്ടുള്ള മുൻപൊരു കേസുണ്ടല്ലോ, പാർട്ടി സഹപ്രവർത്തകന്റെ മകൾക്ക് എതിരെ ഉണ്ടായിട്ടുള്ള അന്നത്തെ സംഭവം, അന്നത്തെ ആ ഹോസ്ദുർഗ് കോടതി ആ കേസിൽ പോലും പാർട്ടി ശുദ്ധീകരിച്ച് നല്ല പിള്ളയായി പ്രഖ്യാപിക്കുന്ന ആ കോടതി ഉത്തരവാണ്. പക്ഷേ ആ ഉത്തരവിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ നോക്കണം. തേർഡ് പാർട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത തേർഡ് പാർട്ടിയെ മാത്രമാണ് വിളിച്ച് മൊഴിയെടുത്തിട്ടുള്ളത്. ആ യഥാർത്ഥ പരാതിക്കാരി എന്നടക്കം കേട്ടിട്ടില്ല. അപ്പോൾ രക്ഷപ്പെട്ട് വന്നതും വളഞ്ഞ വഴിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അത്തരം ആരോപണങ്ങൾ കൂടി കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്കെതിരെയാണ് ഗുരുതര ആരോപണം ആ ഭരണകക്ഷി MLA കൂടി ഉയർത്തുന്നതുകൂടി ആ കോൺടസ്റ്റിൽ നിന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു അന്വേഷണം ഉണ്ടാവുകയോ ഒരു പാർട്ടി കമ്മീഷൻ വെക്കുകയോ ഇത് പരിശോധിക്കുകയോ ചെയ്താൽ പോലും അദ്ദേഹത്തിൻ്റെ പക്കലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും വരെ താഴെയിടാൻ മാത്രം ഉഗ്രശേഷിയുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രിക്കറിയാം, ഈ പാർട്ടി സെക്രട്ടറിക്കറിയാം, ഈ നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഈ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു പാർട്ടിയിൽ നടപടിയെടുത്ത് മാറ്റി നിർത്തപ്പെട്ടയാൾ പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരിച്ചു വരുമ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രേഖകൾക്ക് ശക്തിയുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവരെല്ലാവരും ഭയപ്പെടുന്ന, കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അന്വേഷിക്കുകയും അന്വേഷിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മേധാവിയായി ഇപ്പോഴും CPM-ന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ തന്നെയാണ് ഈ പടയൊരുക്കമുണ്ടായത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു PV അൻവറിൻ്റെ മാത്രം പരാതിയല്ല. എത്രയോ CPM നേതാക്കന്മാർക്ക് ഈ പരാതി ഉണ്ടാകും, എത്രയോ MLA-മാർക്ക് ഈ പരാതി ഉണ്ടാകും, എത്രയോ മറ്റുള്ള നേതാക്കന്മാർക്ക് ഈ പരാതി ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇത് ഒരു വ്യക്തിയിലൂടെ പുറത്തു വന്ന അനേകം ആളുകളുടെ, നിരവധിയായ ആളുകളുടെ, മന്ത്രിസഭയിലുള്ള മന്ത്രിമാരായിട്ടുൾപ്പെടെയുള്ള ആളുകളുടെ, CPM-ന്റെ സെക്രട്ടേറിയറ്റിൽപ്പെട്ട ആളുകളുടെ ഒക്കെയുമുള്ള ഒരു പരാതിയായി തന്നെയാണ് അൻവറിലൂടെ ഈ പരാതി രംഗത്ത് വന്നിട്ടുള്ളത്, പരാതി പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു CPM നേതാവിനെ പോലും അത് അന്വേഷിക്കാൻ ഏൽപ്പിക്കാനുള്ള ധൈര്യം ഗോവിന്ദ മാഷിനോ പിണറായി വിജയനോ ഇല്ലാത്തത് എന്നുകൂടി വേണം ഈ വിഷയത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് ഒരു ക്ലീൻ ചിറ്റ് ശശിക്ക് നൽകുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ TP അഷ്റഫ് അലി. മുസ്ലിം ലീഗ് നേതാവ് ഇടത് സഹയാത്രി ശ്രീ M ജയചന്ദ്രൻ പ്രതികരിച്ചത്.